ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് ടൗൺ ഹാളിലാണ്. അവിടെ മന്ത്രി രാജേഷ് വന്നിരുന്നു ഒരു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. എന്താ സംഭവം എന്ന് വെച്ചാൽ, അതിദരിദ്രരായ കുടുംബങ്ങളെ കണ്ടെത്തി കോഴിക്കോട് കോർപ്പറേഷനിൽ അപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അതെന്താണെന്ന് വെച്ചാൽ, അത് തെരഞ്ഞു പിടിച്ച് അതിദരിദ്രരെ കണ്ടുപിടിച്ച് അവർക്ക് വീടില്ലാത്തവർക്ക് വീടും സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം മേടിച്ച് വീട് കയറ്റി കൊടുക്കണം. അതിൻ്റെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പദ്ധതി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതിന് സ്ഥലം കൊടുത്ത ആളുകൾക്ക് അതിൻ്റെ പേപ്പറും കാര്യങ്ങളും വീട് വെച്ച് നൽകിയവർക്ക് അതിൻ്റെ താക്കോൽദാനവും നൽകുകയാണ് ഇവിടെ വെച്ചിട്ട്. ബാക്കിയുള്ളത് കാണാം. നമ്മൾ മാറ്റുക. അപ്പോൾ ആ ഒരു വലിയ ഒരു പ്രക്രിയയിൽ, ആ ഒരു വലിയ ഒരു നീക്കത്തിൽ ഇങ്ങനെ വലിയ ഒരു ആശയം ഉരുത്തിരിഞ്ഞ നമ്മുടെ സർക്കാരിനോട് നമുക്ക് നന്ദി ഉണ്ടായിരിക്കുക നിങ്ങൾക്ക്. കാരണം അങ്ങനെയൊന്നും നടന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കുക പോലുമില്ലായിരുന്നു. സർക്കാർ കൃത്യമായ തീരുമാനമെടുക്കുന്ന ദിവസമാണ്. പ്രതിപക്ഷ നിരയിലെ കൗൺസിലർമാരെന്നുള്ള രീതിയിൽ സമീപ പ്രദേശത്തെ പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളും അതിദരിദ്രർക്കും മറ്റ് ഭൂരഹിതർക്കും ഭവനങ്ങൾ അനുവദിക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു ഉദ്യമത്തിലേക്ക് കോഴിക്കോട് കോർപ്പറേഷന് പോവാൻ സാധിക്കുന്നില്ല എന്നുള്ള പരിഭവം ഞങ്ങൾ പലതവണ കൗൺസിലർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്പം വൈകിയാണെങ്കിലും കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഇതുപോലെ 32 പേർക്ക് കല്ലുത്താൻ കടവിൽ ഫ്ലാറ്റും 25 പേർക്ക് നെല്ലിക്കോട് വില്ലേജിൽ ഭൂമിയും നൽകുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത്, ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി ഇവിടെ സന്നിധനാണ്. അപ്പം ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ഭൂമിയുള്ള ഭവനരഹിതരായിട്ടുള്ള ആളുകളുണ്ട്. ഞങ്ങൾ പടിയിറങ്ങുന്നതിന് മുൻപ് അത്തരമൊരു സാഹചര്യം കൂടി ഉറപ്പുവരുത്തുകയാണെങ്കിൽ ഏറെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെ ജനങ്ങൾക്ക്, ഭൂരഹിതരായിട്ടുള്ളവർക്ക് എന്ന പോലെ തന്നെ ഭൂമിയുള്ള ഭവനരഹിതർക്കും വീടുകൾ നൽകാൻ സാധിക്കട്ടെ എന്നുള്ള പ്രത്യാശ കൂടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവിടെ സന്നിധരായിട്ടുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും അവരുടെ സന്തോഷത്തിൽ ഞങ്ങൾ കൗൺസിലർമാരുടെ പേരിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തി കോഴിക്കോട് കോർപ്പറേഷൻ നടത്തുന്ന ആളുകൾക്ക് വീട് വെച്ച് നൽകിയിട്ടുള്ള ആളുകൾക്ക് താക്കോൽദാനം ചെയ്യാണ്. അതുപോലെ സ്ഥലം കണ്ടെത്തി കൊടുത്തവർക്ക് അതിൻ്റെ പേപ്പറും കാര്യങ്ങളെല്ലാം കൈമാറുകയാണ് മന്ത്രി രാജേഷ്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ. ശ്രീമതി അജിത, ശ്രീമതി അജിത, ആ സൈഡിലേക്ക് പോകും. ആ സൈഡിൽ ശ്രീമതി പ്രേമലത, ശ്രീമതി പ്രേമലത, ശ്രീമതി ശോഭന സി കെ, ശ്രീമതി ശോഭന സി കെ, ശ്രീമതി കുമുദ കുമാരി, അധ്യക്ഷ മേയർ ബഹുമാന്യനായ MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ,
ബഹുമാന്യനായ ശ്രീ അഹമ്മദ് നെടുങ്കോവിൽ, ഡെപ്യൂട്ടി മേയർ സി പി മുസാഫർ അഹമ്മദ്, മുൻ മേയർ ശ്രീ ടി പി ദാസൻ, സെക്രട്ടറി ശ്രീമതി കെ യു മിനി തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് നഗരസഭ വളരെ വളരെ മാതൃകാപരമായ മഹത്തായ ഒരു പ്രവർത്തനം നടത്തിയതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. 32 പേർക്ക് അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ട 32 പേർക്ക് ഫ്ലാറ്റിൻ്റെ താക്കോൽ ഇവിടെ കൈമാറുകയാണ്. 25 പേർക്ക് നഗരസഭ സൗജന്യമായി വാങ്ങിക്കൊടുത്ത ഭൂമിയുടെ ആധാരവും കൈമാറും. ചെറിയൊരു കാര്യമല്ല, വളരെ മഹത്തായിട്ടൊരു കാര്യമാണ്. പക്ഷേ മേയറും നഗരസഭയുടെ ഭാരവാഹികളുമൊക്കെ വളരെ വിനയാന്വിതരായതുകൊണ്ട് വളരെ ലളിതമായി ഞങ്ങളൊരു ചെറിയ കാര്യം ചെയ്യുന്നു, ഇതിൽ വലിയ മഹത്വമൊന്നുമില്ല എന്നുള്ളത് ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്നതുകൊണ്ട് ഇത് ചെറിയ കാര്യമാണെന്ന് വിചാരിക്കുന്നു. വളരെ മഹത്തായ ഒരു പദ്ധതിയാണ്. ആ പ്രാധാന്യത്തിൽ വേണം ഇതിനെ കാണാൻ. 7 പേർക്ക് കിടപ്പാടം ഉണ്ടാകുന്നുണ്ട്. ഇതിന് കാരണമായത് എന്താ? ഇതിന് കാരണമായത് സംസ്ഥാന സർക്കാരിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ഇന്ത്യയിൽ പദ്ധതി നടപ്പാക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ച ഏക സംസ്ഥാനം കേരളമാണ്. നമ്മൾ സർവേ നടത്തി 64,006 കുടുംബങ്ങൾ അതിദരിദ്ര കുടുംബങ്ങളാണ് എന്ന് കണ്ടെത്തി. അതിനുള്ള മാനദണ്ഡങ്ങൾ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ വീട്, വരുമാനം, അങ്ങനെയുള്ള സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല, വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏറെ മാനദണ്ഡങ്ങൾ, നിരവധി മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്രത്തെ നിർണയിച്ചത്. 64,006 കുടുംബങ്ങളെ കണ്ടെത്തി. ഓരോ കുടുംബത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെ കാരണം എന്താണ് എന്ന് നോക്കി അത് പരിഹരിക്കാൻ ആവശ്യമായ മൈക്രോ പ്ലാൻ പ്രത്യേകം തയ്യാറാക്കി. കുടുംബങ്ങളെയാണ് സംസ്ഥാനത്ത് കണ്ടെത്താൻ സാധിച്ചിരുന്നത്. 2021 നീതി ആയോഗ് തയ്യാറാക്കിയ മൾട്ടി ഡയമെൻഷൻ പോവർട്ടി ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യൻ ജനസംഖ്യയുടെ 25% ദരിദ്രരാണ്. ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ജനസംഖ്യയുടെ 0.71% മാത്രമാണ് ദരിദ്രം. ചികിത്സ നൽകുക. ആരോഗ്യ രംഗത്ത് നമുക്കറിയാം ഏറ്റവും നമ്മുടെ നഗരത്തിലെ 2 MLA-മാരാണല്ലോ. അവർക്ക് അവിടെ പോയിട്ട് പറയാൻ കഴിയണം, ഞങ്ങൾ കോഴിക്കോട് ഇതൊക്കെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കോഴിക്കോടേക്ക് കൂടുതൽ പണം ഇതുപോലെ ദരിദ്രരായവരെ സഹായിക്കാൻ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാനൊക്കെ നമുക്ക് കിട്ടണം എന്ന് പറയാൻ കൂടി ഇത്തരത്തിലുള്ള സന്ദർഭം അവർക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടുകൂടിയാണ് നമ്മളെല്ലാവരെയും വിളിച്ച് ഇത്രമേൽ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഒരു ചടങ്ങ് ആഘോഷമാക്കുന്നത്. ഞാനൊരു അധ്യക്ഷ പ്രസംഗം എന്ന രീതിയിൽ ഔപചാരികതയൊന്നും ഇല്ലാതെ പറഞ്ഞതിൻ്റെ കാരണം, നമുക്ക് മന്ത്രി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സ്വാഗതം പറയുന്നത് നമ്മുടെ ഡെപ്യൂട്ടി മേയറാണ്, അദ്ദേഹം എത്തിയിട്ടുണ്ട്. അതുപോലെ 2 MLA-മാർ നിങ്ങളോട് ഒരു ആശംസയൊക്കെ അറിയിക്കും, അവർക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ടാവും. മന്ത്രി വരുന്നതുവരെ കാത്തിരിക്കണം. അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കലയുടെ ഈ 50ാം വാർഷികം ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. അതിൻ്റെ പ്രസിഡന്റാണ് നമ്മുടെ രവിയേട്ടൻ. എന്നിട്ടും അദ്ദേഹം ഈ ഒരു പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് വരാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മളുടെ കൂടെ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. എനിക്ക് വേണ്ടി ഇനി റിപ്പോർട്ട് അവതരിപ്പിക്കാനായി നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറി അവരെ ക്ഷണിച്ചുകൊള്ളു. ഞങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോയത്. 2-3 വണ്ടിയായി പോയി. ശോഭിത കൗൺസിലൊക്കെ സ്വന്തം വണ്ടിയായിട്ടാണ് വന്നത്. ഞാനും മൊയ്തീൻ